നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസ യോഗം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 7 ശ്ലോകങ്ങളാണ് നോക്കിയത്. 7 വരെയുള്ള 4 തൊട്ട് 7 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കിയിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഭഗവാൻ പറഞ്ഞു, ഇത് ഞാൻ സൂര്യനിലൂടെ, മനുവിലെ ഇക്ഷാകുവിലൂടെ ഈ തത്വജ്ഞാനത്തെയും കർമ്മയോഗത്തെയും എല്ലാം സൃഷ്ടിച്ചു അല്ലെങ്കിൽ ഉപദേശിച്ചു. അതിലൂടെ പരമ്പരയായിട്ട് രാജർഷികളിലും മറ്റ് സാത്വികമായ ജ്ഞാനികൾക്ക് അത് ഉപദേശത്തിലൂടെ ലഭിച്ചു. അത് കാലക്രമേണ ഈ യോഗം, ഈ ധർമ്മ ഗ്ലാനി ഉണ്ടായി, അതിന് നഷ്ടപ്രായമായി. അതിനാൽ അർജുനിലൂടെ വീണ്ടും ഇപ്പോൾ ഞാൻ ഉപദേശിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ അർജുനൻ്റെ ഒരു സംശയമുണ്ടായി. സൂര്യൻ മുന്നേ സൃഷ്ടി ആരംഭത്തിലുണ്ടായതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോടൊപ്പം ജനിച്ച ഒരാളാണ്. അപ്പോൾ എങ്ങനെ അർജുൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഈ ഭഗവാൻ തന്നെയാണ് അന്ന് സൂര്യഭഗവാൻ ഉപദേശിച്ചത് എന്ന് എങ്ങനെ പറയുന്നു എന്നുള്ളത്. അപ്പോൾ ഭഗവാൻ പറയുന്നു, ഞാനും നീയും എല്ലാം പല ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ നിനക്ക് അത് മനസ്സിലാക്കാൻ സാധ്യമല്ല പൂർവ്വ ജന്മങ്ങൾ. പക്ഷേ എന്നെ സംബന്ധിച്ചോളം അത് പ്രകൃതിക്ക്, എൻ്റെ സ്വയം പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ട്, എൻ്റെ പ്രകൃതിയെ തന്നെ ഞാൻ ആശ്രയിച്ചുകൊണ്ട് ജന്മത്തെ സ്വീകരിക്കുകയാണ്. ജന്മിക്കുകയല്ല, നമ്മുടെ സാധാരണ ജനങ്ങൾ ജനിക്കുന്ന പോലെ ജന്മമല്ല, ശരീരത്തെ എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവതരിച്ചുകൊണ്ട് ഈ ലോക നന്മയ്ക്കായി. അപ്പോൾ എന്തിനാണ് ഈ ശരീരത്തെ എടുക്കുന്നതെങ്കിൽ ഈ ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയാണ്. അപ്പോൾ അപ്പോഴാണ് നമ്മൾ ആ ശ്ലോകത്തെ കണ്ട്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരതം. എപ്പോഴാണോ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാകുന്നത്, അധർമ്മത്തിന് വളർച്ച ഉണ്ടാകുന്നത്, അപ്പോൾ ഞാൻ എന്നെ തന്നെ സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ അവതരിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അത് സാധാരണ ജന്മം പോലെയല്ല, ഒരു ശരീരമല്ല. അപ്പോൾ ഈ ശുദ്ധ നിത്യമുക്ത സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടല്ല, ഈശ്വര സ്വഭാവത്തിന് അല്ലെങ്കിൽ ഈശ്വരന് ഒരു വ്യത്യാസം ഉണ്ടായിട്ടല്ല ആ ജന്മത്തെ സ്വീകരിക്കുന്നത്. നമ്മൾ ബന്ധനസ്ഥരായിട്ട് ധർമാധർമ്മങ്ങളിൽ, മായയുണ്ട്, ധർമാധർമ്മങ്ങളിൽ ബന്ധനസ്ഥരായിക്കൊണ്ട് മായയ്ക്ക് അധീനമായിട്ടാണ് നമ്മുടെ ജന്മങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ ഭഗവാന്റെ ജന്മം അതുപോലെയല്ല. ആ നിത്യശുദ്ധമുക്തമായ ആത്മസ്വരൂപത്തിന് ഈശ്വരന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്ന് ഭഗവാൻ തന്നെ പറയുകയാണ്. അപ്പോൾ എന്തിനാണ് ഈ ഉദ്ദേശം എന്നുള്ളത് അവതരിക്കാനുള്ള അവസരം വീണ്ടും പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സാധൂനാം പരിത്രാണായ, സന്മാർഗികളുടെ രക്ഷയ്ക്ക്. ഇപ്പോൾ സന്മാർഗികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധുക്കൾ എന്ന് പറയണമെങ്കിൽ ഈ ആത്മീയമായ പുരോഗതിക്കായി പരിശ്രമിക്കുന്നവർ, ആത്മതത്വത്തിലേക്ക് നീങ്ങുന്ന സാധുക്കളായവർക്ക്. സ്വയം മറ്റുള്ളവരെ അങ്ങനെ സ്വയരക്ഷയ്ക്ക് ശ്രമിക്കുന്നില്ല. അവിടെ അതാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. അവരെ സംരക്ഷിക്കുന്ന, ആ സാത്വിക ഗുണമുള്ളവരെ സംരക്ഷിക്കേണ്ടവർ രജോ ഗുണി പ്രധാനികളായ ക്ഷത്രിയന്മാരാണ്. അവരുടെ ഇത് നോക്കുന്നത് അവരുടെ ധർമ്മത്തിൽ കൂടി പെട്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധുക്കളെ രക്ഷിക്കാനും, ഇവിടെ സാധു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർണ്ണങ്ങളിൽപ്പെട്ട ആര് തന്നെയായാലും സ്വരൂപത്തിലേക്ക് അല്ലെങ്കിൽ ആത്മസ്വരൂപത്തെ അറിയാനായി പരിശ്രമിക്കുന്നവരെ, അല്ലെങ്കിൽ ഈ ധർമ്മത്തിലൂടെ ചരിക്കുന്നവരെ പരിരക്ഷിക്കുന്നതിനായി, ഈ ധർമ്മത്തെ നിലനിർത്തുന്നതിനായി, ഒപ്പം തന്നെ ദുഷ്കൃതാം വിനാശായച്ച, ദുരാചാരന്മാരുടെ നാശത്തിന് വേണ്ടിയും അല്ലെങ്കിൽ അധർമ്മത്തിലൂടെ നീങ്ങുന്നവരുടെ നാശത്തിനായിട്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ധർമ്മ സംസ്ഥാപനാർത്ഥായ യുഗേ യുഗേ അഹം സംഭവാമി. ധർമ്മത്തെ നിലയുറപ്പിക്കാൻ യുഗം തോറും, എല്ലാ യുഗത്തിലും അഹം സംഭവാമി, ഞാൻ അവതരിക്കുന്നു. അപ്പോൾ അധർമ്മത്തെ ഇല്ലാതാക്കുക, ധർമ്മത്തെ പുനഃപ്രതിഷ്ഠിക്കുക എന്നതാണ് ഭഗവാന്റെ ഉദ്ദേശം. ഇത് തന്നെയാണ് നമ്മുടെ ബുദ്ധിയിൽ നടക്കുന്നത്. നമ്മൾ എന്ത് അധർമ്മം ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ തെറ്റ് ചെയ്യണമെങ്കിലും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ബുദ്ധിയിൽ ഭഗവാൻ അവതരിക്കുന്നുണ്ട്. വേണ്ട, ഇത് എൻ്റെ നാശത്തിനാണ്, ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഈ കർമ്മത്തിന് ബന്ധനാവും, ഈ പാപങ്ങൾ നമ്മൾ വന്നു ചേരും, എൻ്റെ നാശത്തിനാവും എന്ന് അവർ സ്വയം നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് സത്കർമ്മത്തിലേക്ക് നയിക്കാനായിക്കൊണ്ട് ഭഗവാൻ ഉള്ളിലിരുന്ന് ബുദ്ധിയിൽ തെളിയുന്നുണ്ട്. പക്ഷെ ആ സത്കർമ്മങ്ങളിലേക്ക് നമ്മുടെ രാഗദ്വേഷങ്ങളിലൂടെ നമ്മൾ അതിലേക്ക് നീങ്ങുന്നില്ല. അപ്പോൾ പിന്നെ ഭഗവാൻ അവതരിക്കേണ്ടി വരും. അവരുടെ നാശത്തിനായിക്കൊണ്ട് അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനത്തിനായി ഭഗവാൻ സ്വയം അവതരിക്കുന്നു എന്ന് പറയണം.
അപ്പോൾ ഈശ്വരൻ്റെ ഇത്തരം ജന്മകർമ്മങ്ങളെ അറിയുന്നതിനുള്ള എന്താണ് ഫലം എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ പറയാണ്. ജന്മകർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. അർജുന, അല്ലയോ അർജുന, യഹ മേ ദിവ്യം ജന്മകർമ്മ ച ഏവം തത്വതഃ വേത്തി. ആരാണോ ഈ അലൗകികമായ എൻ്റെ അവതാരത്തെയും കർമ്മത്തെയും ഇങ്ങനെ താത്വികമായിട്ട് അറിയുന്നുണ്ടോ, അവൻ ദേഹം തെക്വ ദേഹം തെക്വ പുനഃ ജന്മ ന ഏതി മാം ഏതി. അവൻ വീണ്ടും ഒരു ശരീരത്തെ സ്വീകരിക്കുന്നില്ല, അവൻ എന്നിൽ തന്നെ വന്നു ചേരുന്നു, എന്നെ തന്നെ പ്രാപിക്കുന്നു. അപ്പൊ ഇതിനെ ദിവ്യമായതിനെ താത്വികമായി അറിയുന്നവർ, ഈ ഈശ്വരനെ അങ്ങനെ ഈശ്വര അവതാരത്തെ മനസ്സിലാക്കിയവർ പിന്നെ ജന്മത്തെ എടുക്കുന്നില്ല. പിന്നെന്താണ്, ശരീരത്തെ വിട്ടുകൊണ്ട് ഈ ശരീര മരണാനന്തരം അവർക്ക് മുക്തി ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ഈശ്വരനെ, ഭഗവാനെ അറിഞ്ഞുകൊണ്ട് ഭഗവത് പ്രാർത്ഥനയിലൂടെ ഭക്തിയിലൂടെ ഇരിക്കുന്നവർക്ക് മരണാനന്തരം ഈ മുക്തിയിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ ഈശ്വരൻ പറയുന്നു, ഭഗവാൻ പറയുന്നു, എന്നെ തന്നെ അവൻ പ്രാപിക്കുന്നു എന്നിവിടെ കാണിക്കുകയാണ്. അതുപോലെ വീതരാഗഭയക്രോധ മന്മയ മാമുവാശ്രിതാഹ ബഹവോ ജ്ഞാനതപസാ പൂതാ മദ്ഭാവമാഗതാഹ. അപ്പോൾ ഇതുപോലെ തന്നെ കർമ്മയോഗത്തിന് പറഞ്ഞ പോലെ തന്നെ തത്വജ്ഞാനത്തിനും പൂർവികന്മാർ ദൃഷ്ടാന്തഭൂതരാണെന്ന് പറയുന്നു. അപ്പം ഇങ്ങനെ ഈ ഈശ്വരനാണ് എല്ലാം എന്ന് അറിഞ്ഞുകൊണ്ട് കർമ്മയോഗം ചെയ്തുകൊണ്ട് ചിത്തശുദ്ധി നേടുന്നതിലൂടെ അവർ തത്വബോധത്തിലേക്കും ഉയരാം. ഈ ജീവിച്ചിരിക്കെ തന്നെ തത്വബോധത്തിലേക്കാം. അല്ലെങ്കിൽ ചിത്തശുദ്ധിയിലൂടെ മരണാനന്തരമെങ്കിലും അവർ ഈശ്വരപ്രാപ്തിയിലേക്ക്, ഈശ്വര സ്മരണയോടെ ഇരിക്കുന്നുകൊണ്ട് ഈശ്വരനിൽ തന്നെ ഈ താത്വികമായി അറിയുമ്പോൾ മരണാനന്തരം ഈശ്വരനിൽ തന്നെ പ്രാപിക്കുന്നു. അതല്ല, ഈ ജീവിച്ചിരിക്കുക തന്നെ തത്വജ്ഞാനം കൊണ്ട് ഇവിടെ തത്വബോധത്തിലൂടെ മുക്തിയെ പ്രാപിക്കുന്നു. അതിനാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീതരാഗ ഭയക്രോധാഹ മന്മയാഹ മാം ഉപാശ്രിതാഹ. അപ്പോൾ ഈ രാഗം ഭയം ക്രോധം ഇവ നിശേഷമില്ല, അവരിൽ സ്വാർത്ഥതയില്ല. കർമ്മയോഗത്തിലൂടെ ചിത്തശുദ്ധി ഉണ്ടായി. പിന്നെയോ പരമാത്മതത്വം മാത്രം ഭാവന ചെയ്തിട്ടാണ് അവർ ഇവിടെ തന്നെ പരമാത്മതത്വത്തെ ബോധിച്ചവരാണ്. അപ്പോൾ എന്നെ മാത്രം ആശ്രയിച്ചിരിക്കുന്നവയ മാം ഉപാശ്രിതാഹ, എന്നെ മാത്രം ആശ്രയിച്ചിരിക്കുന്നവരായ, എന്നെ തന്നെ പരമായ സത്യം, അല്ലെങ്കിൽ എന്നെ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നവരായ ബഹവഹ ജ്ഞാന തപസാഹ, അനേകം പേർ ജ്ഞാനമാകുന്ന തപസ്സുകൊണ്ട് പണ്ടേ ബഹവഹ ജ്ഞാന തപസാഹ പൂതാ മദ്ഭാവം ആഗതാഹ, ശുദ്ധരായിട്ട് അഭിമാനം, ഈ അഹന്തയെല്ലാം നശിച്ച് പൂതാഹ മദ്ഭാവം ആഗതാഹ, എൻ്റെ പരമാത്മതത്വത്തെ പ്രാപിച്ചവരുണ്ട്, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞവരുണ്ട്. അപ്പോൾ ഈ അഹന്തയ്ക്ക് നാശം ഉണ്ടാകുന്നത് ചിത്തശുദ്ധിയിലൂടെ, അതിലൂടെ ആത്മജ്ഞാന നിഷ്ഠ വരുന്നതിലൂടെ, തത്വബോധത്തിലൂടെ അവൻ ജീവിച്ചിരിക്കെ തന്നെ പലരും ഇവിടെ മുക്തരായിട്ടുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇപ്പോൾ രണ്ട് രീതിയിലാണ്. ഒന്ന് മരണാനന്തരം ദേഹം ത്യക്വ മോക്ഷം, രണ്ട് ജീവിച്ചിരിക്കെ തന്നെ മോക്ഷം. ഭഗവത് ഭക്തിയിലൂടെ, ഭഗവത് ശരണാഗതിയിലൂടെ മരണാനന്തരം അവൻ ഈശ്വരനെ, ആ പരമാത്മ തത്വത്തെ പ്രാപിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ തന്നെ ജ്ഞാന തപസ്സിനുകൊണ്ട് ഈ തത്വത്തെ ബോധിച്ച് മോക്ഷത്തെ പ്രാപിക്കുന്നു എന്ന് ഭഗവാൻ രണ്ട് രീതിയിലും ഇവിടെ പറയണം. അടുത്ത ശ്ലോകങ്ങൾ അടുത്ത ചെറിയ വീഡിയോയിൽ നമുക്ക് നോക്കാം. നമസ്കാരം. ഈ ചെറിയ വീഡിയോകൾ കൃത്യമായി അന്നന്ന് അപ്പോൾ കൊടുക്കുന്നത് ലഭ്യമാകാൻ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിലൂടെ നിങ്ങൾക്ക് ഏവർക്കും അത് എത്തിച്ചേരും. വേണ്ടവർക്ക് ഇന്ന് പ്രാർത്ഥിക്കുകയാണ്, എത്തിച്ചേരട്ടെ എന്ന്. നമസ്കാരം.